ഗുഡ്ബിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു കടലക്കറി. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല സെറ്റപ്പായിട്ട് വെച്ചൊരു കടലക്കറി. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വറുത്തരച്ച കടലക്കറി. ഇന്ന് നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊരു 250 ഗ്രാം കടല വെള്ളത്തിലിട്ട് നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 50 ഗ്രാം വെളുത്തുള്ളി, 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഒരു തക്കാളി നമ്മൾ കീറി വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. വറുത്തരപ്പിനായിട്ട് നമ്മൾ അരമുറി തേങ്ങയും വറ്റൽമുളകും കറിവേപ്പില ഇട്ടാണ് നല്ല വറുത്തരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കടലയുടെ കൂടെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 3 വിസിലടിച്ച് വേവിച്ചെടുക്കുക. വെള്ളം ഏകദേശം അതിൻ്റെ കടലയുടെ മേലിൽ വരത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക. കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 3 വിസിൽ വരത്തക്ക വിധം വേവിച്ചെടുക്കുക. തേങ്ങ വറുത്തെടുക്കുക. നമ്മൾ ഇതിലോട്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു, നമ്മളൊരു 4 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗണിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഓഫാക്കുകയാണ്. ഓഫാക്കിയിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൂടുതലാണെന്നല്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളകിക്കൊണ്ടിരിക്കണം, എന്നാലേ കറക്റ്റ് ഇതുപോലെ പരുവത്തിന് വറുത്തരപ്പ് കിട്ടുള്ളൂ. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സർ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. 3 വിസിലൊക്കെ അടിച്ച് കടല നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കടല നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ വറുത്തരപ്പ് ഒഴിക്കുകയാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഇച്ചിരി മസാലയുടെ ചേർക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുറച്ച് മസാലയല്ലേ ചേർത്തുള്ളായിരുന്നു. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം. നമുക്ക് ഗ്രേവി നല്ല കനത്തി വേണമെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് ചൂട് മാറിയതിന് ശേഷം അരച്ചങ്ങ് ഒഴിച്ചാൽ മതി. കൂടുതൽ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ കടല അരച്ച് ചേർക്കും. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ കുറച്ച് അളവിലല്ലേ കടലക്കറി ഉണ്ടാക്കുന്നത്. കടലക്കറി നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആ വറുത്തരപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് മെയിനായിട്ട് നിൽക്കുന്നത്. നമ്മൾ മസാലകളൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നല്ല കുറുകി നല്ല അടിപൊളി കടലക്കറി. നമുക്കിതിലേക്ക് കടുക് പൊട്ടി ചേർക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയുള്ളി, ഒന്ന് നല്ല വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമുക്ക് കടലക്കറിയിലോട്ട് ഈ താളിപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കാം. നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലക്കറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് കടലക്കറി എന്നുള്ള കാര്യം.
കഴിച്ചു നോക്ക്. നല്ല അടിപൊളി കടലക്കറി, പുട്ടിൻ്റെയൊക്കെ കൂടെ സെറ്റ് സാധനം, നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകിയിരിക്കുന്ന കടലക്കറി പൊളിച്ച്. സാന്ദ്ര പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ കടലക്കറി. നിങ്ങളിതെല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.